ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി തന്റെ ഉള്ളിലൊതുക്കിയിരിക്കുന്ന ദേഷ്യമെല്ലാം തന്നെ മുഴുവൻ പുറത്തേക്ക് എടുത്തുകൊണ്ട് തന്നെ സുധിയുടെ നേരക്ക് വിരൽ ചൂണ്ടി. സഹോദരനാണെന്ന പരിഗണന പോലും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് വഞ്ചിക്കപ്പെട്ടവന്റെ രോഷമായിരുന്നു അവിടെ നിറഞ്ഞു നിന്നത്. എടാ സുധി, എനിക്ക് നിന്നോട് അധികമൊന്നും സംസാരിക്കാനില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്നും നീ തട്ടിയെടുത്ത 50 ലക്ഷം രൂപ, പിന്നെ രേവതിയുടെ സ്വർണം പണയം വെച്ചിട്ട് നീ എടുത്ത 5 ലക്ഷം രൂപ, ഇത് രണ്ടും എനിക്ക് തിരികെ കിട്ടണം. അതെൻ്റെ കൈകളിൽ തന്നെ വന്നു ചേരണം, സച്ചി തീർത്തും പറഞ്ഞു. ശ്രീകാന്തും സച്ചിയുടെ വാക്കുകളെ പിന്താങ്ങിക്കൊണ്ട് മുന്നോട്ട് വന്നു. അതേ സുധിയേട്ടാ, അച്ഛൻ്റെ പൈസയിൽ ചേട്ടനും അവകാശമുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ രേവതി ചേച്ചിയുടെ സ്വർണത്തിൽ ചേട്ടന് യാതൊരുവിധ അവകാശവുമില്ല. അത് ചേച്ചിക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതാണ്. മര്യാദക്ക് ആ പൈസയെങ്കിലും തിരിച്ചു കൊടുക്കുന്ന ശ്രീകാന്ത് പറയുന്ന സമയത്തിന് സുധി ആകെ വിയർത്തുപോയി. നിൽക്കക്കള്ളിയില്ലാതെ അവൻ കൈമലർത്തി. എടാ, എൻ്റെ കയ്യിലിപ്പോൾ അത്രയൊന്നും കാശൊന്നുമില്ല. നിനക്കറിഞ്ഞൂടെ എൻ്റെ അവസ്ഥ? സുധിയുടെ ശബ്ദത്തിൽ വളരെയധികം ദയനീയതയുണ്ടായിരുന്നു. പക്ഷേ സച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, അതൊക്കെ നിന്റെ മാത്രം വിഷയമാണ്. എനിക്കെൻ്റെ പൈസ കിട്ടിയേ പറ്റുള്ളൂ. സച്ചിയുടെ വാശി കണ്ട് വർഷ ഇടപെട്ടു. അല്ല സച്ചിയേട്ടാ, ആൻറ്റിയുടെ സ്വർണം നിങ്ങൾക്ക് തന്നതല്ലേ, അതെടുത്തൂടെ? അപ്പോൾ പിന്നെ ആ പ്രശ്നം അങ്ങ് തീർന്നില്ലേ? ഇത് കേട്ടതോടുകൂടി തന്നെ സച്ചിയുടെ ദേഷ്യം ആളിക്കത്തി. ആൻറ്റി തന്നതല്ല വർഷേ ആ സ്വർണം, അത് പിച്ചയായിട്ട് മുഖത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞതാണ് രേവതിയുടെ മുഖത്തേക്ക്. ആ സ്വർണം ഏതായാലും ഞങ്ങൾക്ക് വേണ്ട, അത് തൊടാൻ പോലും ഞങ്ങൾക്ക് അറപ്പാണ്. രേവതിയുടെ സ്വർണം എടുത്തത് ഇതേ ഇവനാണ്, അപ്പോൾ ഇവൻ തൻ്റെ പൈസ തരേണ്ടി വരും. ഇവൻ തന്നെയാ തരേണ്ടത്. എടാ താടാ താടാ, എൻ്റെ പൈസ താടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി ദേഷ്യപ്പെട്ട് സുധീരെ നേരെ തടഞ്ഞു. ശ്രുതി വീണ്ടും തൻ്റെ നിസ്സഹായത അറിയിച്ചു. എങ്കിലും ഈ സമയത്ത് അതുവരെ മൗനമായി നിന്ന് ശ്രുതി അങ്ങോട്ടേക്ക് മുന്നിലേക്ക് വന്നു. മതി ശ്രുതി, നീ മിണ്ടാതിരിക്ക്, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ഭർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ശ്രുതി ആ വലിയ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്തു. ആൻറ്റിയുടെ സ്വർണം ആൻറ്റിക്ക് ഞാൻ തന്നെ തിരികെ കൊടുത്തേക്കാമെന്ന് പറയുന്ന സമയത്തിന് അപ്പം പിന്നെ കാശോ എന്ന് ചോദിക്കാണ് വർഷ. ഇവരുടെ കാശ് അത് ഞാൻ തന്നെ കൊടുക്കും, ശ്രുതിയുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഇത് കേട്ട് സച്ചി പരിഹാസത്തോട് ചോദിച്ചു. നേരത്തെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയായിരിക്കുമോ ഇതും? പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. ശ്രുതി സച്ചിയെ നോക്കി പറഞ്ഞു. ഇതങ്ങനെയൊന്നുമല്ല സച്ചി, സുധിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി, അത് ഞാൻ സമ്മതിക്കുന്നു. പേടിച്ചിട്ടാണ് സുധി അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത്. സുധി കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ ഞാൻ തന്നെ കൊടുക്കും, പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം, അത്രമാത്രം. അങ്കിളിനോടൊന്ന് പറയണം. സച്ചി കുറച്ചു നേരമൊന്ന് ആലോചിച്ചു. ശരി, സമയം തരാം, പക്ഷേ ഇത്തവണ നിന്നെ വിശ്വസിച്ചിട്ടില്ല. ദേ പാർലറേട്ടത്തെ വിശ്വസിച്ചിട്ടാണെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി അവർക്ക് സമയം കൊടുത്തു. അതിനൊപ്പം തന്നെ പക്ഷേ നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് വരാനുള്ള 5 ലക്ഷം തന്നില്ല എങ്കിൽ ഈ സച്ചി ആരാണെന്ന് നിങ്ങൾ അറിയും. ഒരു താക്കീത് പോലെ തന്നെ അതും പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിയും രേവതിയും അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതേ സമയത്തിന് ചന്ദ്രമതിയുടെ മുഖത്ത് കോപം അലയടിക്കുന്നു. ഈ സമയം ബാമ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ചന്ദ്രമതിയുടെ ഈ മാറ്റം കണ്ട് ബാമ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചന്ദ്രേ, നീ എന്താണ് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നത്? കാര്യങ്ങളൊക്കെ നീ എന്നെ ചിന്തിച്ചു നോക്കൂ. തെറ്റ് നിന്റെ ഭാഗത്തല്ലേ ചന്ദ്രേ? പിന്നെ നീ എന്തിനാണ് ആ പാവൻ രേവതിയോട് ഇത്രമാത്രം ദേഷ്യം കാണിക്കുന്നത്? ബാമാൻറ്റി ചോദിച്ചു. എന്നാൽ ബാമാൻറ്റിയുടെ ഈ വാക്കുകൾ ചന്ദ്രമതിയെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത്. രേവതിയോടുള്ള കലിപ്പ് ചന്ദ്രമതിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അവളുടെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. ഈ ചന്ദ്രമതി ആരാണെന്നൊന്നും അവൾക്കറിയില്ല. ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നോ? ചന്ദ്രമതി അഹങ്കാരത്തോടെ ചോദിച്ചു. താൻ ചെയ്ത തെറ്റുകളൊന്നും അംഗീകരിക്കാൻ ചന്ദ്രമതി ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്കാണ് ശ്രുതിയും ശ്രുതിയും കടന്നു വരുന്നത്. ശ്രുതിയുടെ കയ്യിൽ ചന്ദ്രമതിയുടെ സ്വർണ്ണവളകളുണ്ടായിരുന്നു. അമ്മേ, ദാ അമ്മയുടെ വള എന്നും പറഞ്ഞു കൊടുത്തതിന് ശ്രുതി അത് ചന്ദ്രമതിക്ക് നേരെ നീട്ടി. എന്നാൽ ചന്ദ്രമതി അത് വാങ്ങാനൊന്നും കൂട്ടാക്കിയില്ല. വളയോ? എന്തിന്? ഇത് ഞാൻ അവൾക്ക് പിച്ച കൊടുത്തതല്ലേ, നീ എന്തിനാണ് അതിങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവന്നത്? ചന്ദ്രമതി ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മയുടെ വള വിറ്റ് കടം വീട്ടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അമ്മേ. ആൻറ്റിയുടെ വള വിറ്റ് കടം വീട്ടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല ആൻറ്റി. ശ്രുതിക്ക് വേണ്ടിയല്ലേ അമ്മ ഇങ്ങനൊരു കാര്യം ചെയ്തത്? ആ പണം ഞാൻ തന്നെ വീട്ടിക്കോളാം, ശ്രുതി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കടം വീട്ടാനുള്ള ശ്രുതിയുടെ തീരുമാനം ചന്ദ്രമതിയെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നീ ആ കടം വീട്ടുമെന്നോ? ചന്ദ്രമതി ചോദിച്ചു. അതെ ആൻറ്റി, പണം ഞാൻ കൊടുത്തോളാം. ആൻറ്റി ഇനി അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. ഈ വള ആൻറ്റി തന്നെ ഇട്ടോളൂ, ശ്രുതി പറഞ്ഞു. എന്നാൽ ചന്ദ്രമതിക്ക് അത് സ്വീകരിക്കാൻ മടിയായിരുന്നു. എനിക്ക് വേണ്ട, ഇത് അവൾക്ക് തന്നെ കൊടുത്തേക്ക് എന്നിങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തോടെ പറഞ്ഞ് മുഖം തിരിച്ചു. ഒടുവിൽ ശ്രുതി ആ വള എടുത്ത് ചന്ദ്രമതിയുടെ അൽമാറയിൽ സുരക്ഷിതമായി തന്നെ വെക്കാൻ തീരുമാനിച്ചു. ഇതേ സമയത്തിന് തൻ്റെ അമ്മയുടെ മുന്നിൽ കുറ്റബോധത്തോടുകൂടി നിൽക്കുകയായിരുന്നു സുധി. പെട്ടെന്ന് തന്നെ സുധി ചന്ദ്രമതിയുടെ കാലുകളിലേക്ക് വീണു. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണല്ലോ അമ്മക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളും അപമാനങ്ങളൊക്കെ ഉണ്ടായത്, സുധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഇത് കണ്ട ഭാമക്ക് സുധിയോട് സഹതാപം തോന്നിയില്ല, മറിച്ച് ദേഷ്യമാണ് തോന്നിയത്. എടാ സുധി, നിനക്ക് നാണമില്ലേ? വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവനല്ലേ നീ? എന്നിട്ടും നിന്നെ പറ്റിച്ചിട്ട് അവന്മാരൊക്കെ കടന്നു കളഞ്ഞില്ലേ? ഭാമാൻറ്റി ചോദിച്ചു. തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് സുധി ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആർക്കും ഇങ്ങനൊരു അബദ്ധം പറ്റാം, സുധി പറഞ്ഞു. എന്നാൽ ഭാമാൻറ്റി വിട്ടുകൊടുത്തില്ല. ഇതൊരു അബദ്ധമല്ല, നിന്നെ അവർ ശരിക്കും കളിപ്പിച്ചു പോയതാണ്, ഭാമാൻറ്റി മറുപടി നൽകി. ചന്ദ്രമതിയും തൻ്റെ മകനെ തന്നെ കുറ്റപ്പെടുത്തി. നീ കാരണം എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. നീ പഠിച്ചു വലിയ നിലയിലെത്തുമ്പോൾ എനിക്ക് പേരും പ്രശസ്തിയും കിട്ടുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപമാനം മാത്രമാണ്. നീ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചന്ദ്രമതി വികാരധീരനായി ചോദിച്ചു. സുധി അമ്മയുടെ കാലിൽ വീണ് വീണ്ടും മാപ്പിരുന്നു. എന്നെ മകനായി കാണണം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിച്ചു ശ്രുതിയുടെ ശബ്ദമിടറി. ഈ സമയം ശ്രുതിയും ഇടപെട്ടു. ആൻറ്റി വിഷമിക്കേട്ട, പണം ഞങ്ങൾ കൊടുത്തോളാം, അവൾ ആവർത്തിച്ചു പറഞ്ഞു. പ്രശ്നങ്ങൾ വഷളാവുന്നത് കണ്ട് ഭാമാൻറ്റി ചന്ദ്രമതിക്കൊരു മുന്നറിയിപ്പ് നൽകി. ചന്ദ്രേ, നീ ഇപ്പം മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻപ് രവിയേട്ടൻ പലപ്പോഴും ദേഷ്യപ്പെട്ടുവെങ്കിലും ഇങ്ങനെയൊന്നും മിണ്ടാതിരിക്കുന്നത് താൻ കണ്ടിട്ടില്ല. ഇത്തവണ രവിയേട്ടൻ നിന്നോട് മിണ്ടാതിരിക്കുന്നത് നിസ്സാരമായി കാണരുത്. അതുകൊണ്ട് രവിയേട്ടൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഭാമാൻറ്റി അവളെ ഉപദേശിച്ചു. എന്നാൽ ചന്ദ്രമതി തോറ്റുകൊടുക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. ഞാൻ എവിടെയും പോകുന്നില്ല, വേണമെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നേരെ കുളിക്കാൻ പോയി. ചന്ദ്രമതി കുളിക്കാൻ പോയ സമയത്തിന് സുധിയും ശ്രുതിയും തമ്മിൽ സംസാരിച്ചു. നീ എന്തിനാണ് പണം കൊടുത്തോളാമെന്നൊക്കെ പറഞ്ഞത്? എവിടെ നിന്നും എടുത്തു കൊടുക്കാനാണ്? സുധി ചോദിച്ചു. പണം കൊടുത്തില്ലെങ്കിൽ സച്ചി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശ്രുതി ഓർമ്മിപ്പിച്ചു. അതിലല്ലേ അമ്മയുടെ സ്വർണമുണ്ടായിരുന്നത്. ആ വള അങ്ങ് കൊടുത്താൽ പോരായിരുന്നോ എന്ന് സുധി ചോദിച്ചപ്പോൾ ശ്രുതിക്ക് ദേഷ്യം അടക്കാനായില്ല. എൻ്റെ ദൈവമേ, നിങ്ങൾ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഇത്രയും ഒക്കെ നാണം കെട്ടവനായി പോവരുത്. അമ്മയുടെ സ്വർണം വിറ്റ് കടം വീട്ടാൻ നോക്കുവാണോ നിങ്ങൾക്ക് നാണമുണ്ടോ? ശ്രുതി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അമ്മയുടെ സ്വർണം പോയാലും തൻ്റെ കാര്യം നടക്കണമെന്ന ശ്രുതിയുടെ ചിന്താഗതി ശ്രുതിക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഇതേ സമയത്ത് തന്നെ വീടിൻ്റെ ടെറസിൽ ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ് രേവതി. വർഷയും സച്ചിയും അങ്ങോട്ടേക്ക് എത്തി. എന്തിനാണ് രേവതി ചേച്ചി ഇങ്ങനെ കരയുന്നത്? തെറ്റ് ചെയ്തത് അമ്മയും ശ്രുതിയുമല്ലേ? ചേച്ചി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? വർഷ ചോദിച്ചു. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആൻറ്റിക്കൊരു കുലുക്കവുമില്ല. ആൻറ്റി അങ്കിളുമായി വഴക്കിട്ടിരിക്കുകയാണ്, വർഷ പറഞ്ഞു. ഭാമാൻറ്റിയെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് വർഷ സച്ചിയോട് ചോദിച്ചു. ഭാമാൻറ്റി പറഞ്ഞാലെങ്കിലും അമ്മ വാതിൽ തുറക്കുമെന്ന് കരുതിയാണെന്ന് സച്ചി മറുപടിയും നൽകി. അമ്മ വാതിൽ തുറക്കാതിരുന്നപ്പോൾ എനിക്ക് പേടിയായി. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് രേവതി തൻ്റെ ആശങ്ക പങ്കുവച്ചു. എന്നാൽ ചന്ദ്രമതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വർഷ ഉറപ്പിച്ചു പറഞ്ഞു. രവീന്ദ്രന്റെ മാറ്റത്തെക്കുറിച്ചും സച്ചി സംസാരിച്ചു. അച്ഛൻ ഇതിനു മുൻപ് ഇത്രയൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. അച്ഛൻ്റെ ആത്മാഭിമാനത്തെ ബാധിച്ചതുകൊണ്ടാണ് ഇത്തവണ ഇത്രയും ദേഷ്യം. രേവതിയുടെ സ്വർണം മോഷ്ടിച്ച് വിൽക്കാൻ കൊണ്ടുപോയത് അച്ഛന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതാണ് അച്ഛൻ ഇത്രയും പ്രതികരിച്ചത്, സച്ചി വ്യക്തമാക്കി. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ മക്കൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വർഷ അഭിപ്രായപ്പെട്ടു. പിന്നീട് കുളി കഴിഞ്ഞ് ചന്ദ്രമതിയും ഭാമയും നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. തൊഴുതു മടങ്ങുമ്പോൾ ഭാമാൻറ്റി വീണ്ടും ചന്ദ്രമതിയെ ഉപദേശിച്ചു. നീ രേവതി മോളോട് മാപ്പ് പറയണം, ഭാമാൻറ്റി പറഞ്ഞു. എന്നാൽ ചന്ദ്രമതി അത് നിരസിച്ചു. ഞാൻ മാപ്പൊന്നും പറയില്ല, രവിയേട്ടൻ എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തില്ല, ചന്ദ്രമതി അഹങ്കാരത്തോടെ തന്നെ പറഞ്ഞു. അപ്പോഴാണ് മഹിമ, അതായത് വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാമാൻറ്റി ആയിരിക്കും മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇരുവരും കുശലാന്വേഷണം നടത്തി. മഹിമ ചന്ദ്രമതിയുടെ കയ്യിൽ വളയില്ലാത്തത് ശ്രദ്ധിച്ചു. എന്താ ചന്ദ്രൻ നിന്റെ കയ്യിൽ വളയൊന്നുമില്ലാത്തത്? മഹിമ ചോദിച്ചു. സത്യത്തിൽ വള ശ്രുതി അൽമാറയിൽ വെച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രമതിക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടി. എന്തെങ്കിലും പണയത്തിലാണോ എന്ന് മഹിമ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ചന്ദ്രമതി കള്ളം പറഞ്ഞു. കുളിക്കാൻ നേരത്തെ എണ്ണ തേച്ചപ്പോൾ ഊരിവച്ചു എന്ന്. പിന്നെ എടുക്കാൻ മറന്നുപോയി എന്ന് പറയൂ. ഓ, അപ്പോൾ പിന്നെ മറവി രോഗം തുടങ്ങിയല്ലേ? മഹിമ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. മഹിമയുടെ പരിഹാസം കേട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നുവെങ്കിലും മഹിമ വലിയ പണക്കാരായ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ ചന്ദ്രമതി ഒന്നും തന്നെ തിരിച്ചു പറഞ്ഞില്ല. മഹിമ പോയതിനു ശേഷം ചന്ദ്രമതി ഭാമയോട് തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. അവരുടെ അഹങ്കാരം കണ്ടില്ലേ? കുറച്ച് സ്വർണമുണ്ടെന്ന് കരുതി ഇത്ര അഹങ്കരിക്കാമോ? ചന്ദ്രമതി ചോദിച്ചു. നിന്റെ കയ്യിലല്ലേ ചന്ദ്രേ കുറ്റം, നീ എന്തിനാ വള വലിച്ചെറിഞ്ഞത്? ഭാമ ചോദിച്ചപ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും ദേഷ്യം കൂടി. ഇതേ സമയത്തിന് വീട്ടിൽ രവീന്ദ്രൻ സച്ചിയെയും രേവതിയൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ്. ചന്ദ്രമതിയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവൾ മാപ്പ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവൾ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, രവീന്ദ്രൻ വികാരധീനനായി പറഞ്ഞു. സച്ചിയും രേവതിയും അത് തടഞ്ഞു. അച്ഛൻ എന്തിനാണ് ഞങ്ങളോട് മാപ്പ് പറയുന്നത്? അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, സച്ചി പറഞ്ഞു. രേവതിയും അച്ഛനെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ സ്വർണം ആരാണ് കൊണ്ടുപോയതെന്ന് അറിയാൻ മാത്രമാണ് ഞങ്ങൾ ശ്രമിച്ചത്, അല്ലാതെ ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കാനല്ല, രേവതി പറഞ്ഞു.
എന്നാലും അവൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. സ്വന്തം മകന് വേണ്ടി മറ്റൊരു മകനെ വേദനിപ്പിച്ചു. രവീന്ദ്രൻ പറഞ്ഞു. സുധി കരഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സലിഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് സച്ചി ന്യായീകരിക്കാൻ ശ്രമിച്ചു. എങ്കിലും രവീന്ദ്രൻ അത് അംഗീകരിച്ചില്ല. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടരുതെന്ന് രേവതി അപേക്ഷിച്ചു. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയെത്തിയ ചന്ദ്രമതി രവീന്ദ്രൻ മക്കളോട് സംസാരിക്കുന്നത് കേട്ടു. ഞാൻ കുറെ സഹിച്ചു, അവൾ നന്നാവുമെന്ന് കരുതി. പക്ഷേ അവൾക്കൊരു മാറ്റവുമില്ല. എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടേ? രവീന്ദ്രൻ പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് ശരിക്കും ദേഷ്യം വന്നു. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് നേരെ അകത്തേക്ക് കയറി വന്നപ്പോൾ സാഹചര്യം ശാന്തമാക്കാൻ വേണ്ടി സച്ചി രേവതിയോട് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ വിഷയം അങ്ങ് മാറ്റി. എന്നാൽ ചന്ദ്രമതി രവീന്ദ്രനെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ഗൗരവത്തോടെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. ഇങ്ങനെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളും അഭിമാന പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ദിവസമാണ് കടന്നുപോയത്. ചന്ദ്രമതിയുടെ വാശിയും രവീന്ദ്രൻ്റെ നിസ്സഹായാവസ്ഥയും പിന്നീട് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സീൻസാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.